ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ പിപ്സ് ട്രൈബ്. നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഈ വീക്കിൽ കറന്റ് ട്രേഡ് എടുത്തിരിക്കുന്ന എൻ സി ഡി യൂസ്റ്റിലാണ് ട്രേഡ് എടുത്തത്. ആ ട്രേഡിന്റെ റീക്യാപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഈ വീക്കിൽ നമ്മൾ രണ്ട് ട്രേഡാണ് എടുത്തിരിക്കുന്നത്. എൻ സി ഡി യൂസ്റ്റിൽ രണ്ടും ലോങ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രേഡ് എടുത്തത്, ആ ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ടേക്ക് ജമ്പിൻ ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് അനലൈസ് ചെയ്യുന്ന 4 അവർ എന്നാണ്. 4 അവർ എന്നാണ് പിന്നെ ഞാൻ ലോ ടൈം ഫ്രെയിം ഇട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ 4 അവർ നോക്കുന്ന സമയത്ത് ഏകദേശം ബുധനാഴ്ച വ്യാഴാഴ്ച എന്ന് തോന്നുന്നു ഈ ഒരു ലെവൽ കണ്ടു. ഈ ലെവലിന് ശേഷം മാർക്കറ്റിനെ താഴത്തോട്ടേക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഈ ലെവലിന് ശേഷം മീൻസ് ആ ലെവൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു നല്ലൊരു സപ്പോർട്ട് ലെവലാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ക്യാൻഡലിലാണ് നോക്കിയാലും ആ ലെവലിൽ താഴെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല, ബോഡി കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മിക്കവാറും അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബയേഴ്സ് ഉണ്ടെന്ന് നമുക്കൊരു ഇൻഡിക്കേഷൻ അവിടെ നിന്ന് കിട്ടി. അതിനുശേഷം ഞാൻ 50 മിനിറ്റോട്ടേക്ക് ഞാൻ എന്ത് ചെയ്തു, സ്കെയിൽ ഡൗൺ ചെയ്തു. അപ്പോൾ സ്കെയിൽ ഡൗൺ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആദ്യം ആ ലെവലിൽ ഒന്ന് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും ആ ലെവലിലേക്ക് തന്നെ മാർക്കറ്റ് തിരിച്ചു കയറുകയാണ്. അതിന്റെ അർത്ഥം ഇവിടെ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് ചെയ്യുന്ന സെല്ലേഴ്സിനെ അഥവാ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് ചെയ്യുന്ന ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് മേളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി സീപ്പ് എടുത്തിട്ടുണ്ട് എന്തായാലും, കാരണം ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സിന്റെ ലിക്വിഡിറ്റി സീപ്പ് എന്തായാലും എടുത്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് മേളിലോട്ട് കയറുകയാണ്. അതിന്റെ ഞാൻ 5 മിനിറ്റ് ഞാൻ സ്കെയിൽ ഡൗൺ ചെയ്തു. അങ്ങനെ സ്കെയിൽ ഡൗൺ ചെയ്യുന്ന സമയത്താണ് ഞാൻ നോട്ടീസ് ചെയ്തത്. കാണാൻ സാധിക്കും, നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ എന്താണോ സ്ട്രക്ചർ, ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്ത് കാണാൻ സാധിക്കും. എക്സാം എടുക്കാൻ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഈ സ്ട്രക്ചർ ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാവുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ ഹയർ ഹൈസും ഹയർ ലോസും വീക്ക് ചെയ്യുന്ന എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്താണ്, ഓൾറെഡി നല്ല സപ്പോർട്ട് ലെവലാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. പിന്നെ മാത്രമല്ല സ്ട്രക്ചർ മേലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, നല്ല ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ബ്രേക്ക് സ്ട്രക്ചർ രണ്ടാമത്തെ ബ്രേക്ക് സ്ട്രക്ചറിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു ട്രേഡ് പ്ലേസ് ചെയ്തു. SL ഇവിടെ ഈ ലോഡ് ഇവിടെ കൊണ്ടുവച്ചു. ടേക്ക് പ്രോഫിറ്റ് 1:2 എന്ന രീതിയിൽ കൊണ്ടുവച്ചു. ഈ ഒരു ഹൈ ഞാൻ കറണ്ട് സ്ട്രക്ചറാണ് നോക്കുന്നത്, അവിടെ കൊണ്ടുവച്ചു. അതിനുശേഷം ഞാൻ TP സെറ്റ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ അതായിരുന്നു ആദ്യത്തെ ട്രേഡ്. ഇതുപോലെ തന്നെ സെയിം സെറ്റപ്പാണ് നമുക്ക് രണ്ടാമത്തെ ട്രേഡും. ഇനി അത് 4 അവർ പോണ സമയത്ത് കാണാൻ സാധിക്കും. ഇതായിരുന്നു നെക്സ്റ്റ് ഇന്നലത്തെ ട്രേഡ് ആയിരുന്നു കേട്ടോ, വെള്ളിയാഴ്ചത്തെ ട്രേഡ് ആയിരുന്നു ഇത്. ആ ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്ത്, ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴത്തോട്ടേക്ക് വന്നു. ആൻഡ് നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് കറന്റ് ഈ ക്യാൻഡലിലായിരുന്നു ഞാൻ ഏകദേശം ന്യൂ സെഷനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാൻഡലിൽ ഈ ലെവലിൽ ട്രേഡ് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴത്തോട്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, 50 മിനിറ്റിലോട്ട് സ്കെയിൽ ഡൗൺ ചെയ്തു. സ്കെയിൽ ഡൗൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ ക്യാൻഡലിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു ആ ഒരു മെയിൻ സപ്പോർട്ട് ലെവല്. എന്നിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ സ്ട്രോങ് ഒരു റിജക്ഷൻ ക്യാൻഡിൽ കാണാൻ സാധിക്കും. താഴത്തോട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല പ്രൈസിന്. വീണ്ടും അതിനുശേഷം ഒരു സ്ട്രോങ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോമായി. അതിനുശേഷം വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോമായി. അതിന്റെ അർത്ഥം എന്താണ്, മാർക്കറ്റിന് ഈ ലെവലിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ ലെവലിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 5 മിനിറ്റിലോട്ടേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ടൈം ഫ്രെയിം കുറച്ചു. അപ്പോൾ ഇന്നലെ സംഭവിച്ചത് തന്നെ സെയിം സാധനം വീണ്ടും സംഭവിക്കുകയാണ്. ഇവിടുത്തെ സ്ട്രക്ചർ ബ്രേക്ക് ആവുന്നു, ഇവിടുത്തെ സ്ട്രക്ചർ ബ്രേക്ക് ആവുന്നു, ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആവുന്നു. അപ്പോൾ എനിക്ക് ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. പ്രൈസിന് വീണ്ടും താഴത്തോട്ട് പുഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി. എപ്പോഴാണോ രണ്ടാമത്തെ ബ്രേക്ക് സ്ട്രക്ചർ ആയി കഴിഞ്ഞ് അതിനുശേഷം ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്തു. SL കൊണ്ട് ഏതാണോ സെക്കൻഡ് ബ്രേക്ക് സ്ട്രക്ചറിന്റെ ലോയിൽ കൊണ്ട് ഞാൻ SL വെച്ചു. ആൻഡ് അഗെയിൻ 1:2 ഞാൻ എന്ത് ചെയ്തു, എടുത്തു. ഞാൻ കാണാൻ സാധിക്കും രണ്ട് ട്രേഡും എത്ര സക്സസ്ഫുള്ളി ആണ് വിന്നതെന്ന് കാണാൻ സാധിക്കും. ഞാൻ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒറ്റയടിക്ക് പമ്പ് ആവുകയാണ് ചെയ്തിരുന്നത്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യുകയാണ് അവിടെ ചെയ്തിരുന്നത്. മാർക്കറ്റ് രണ്ട് സമയത്തും സെല്ലേഴ്സിനെ ട്രാപ്പ് ആണ് ചെയ്തിരുന്നത്. ഇവിടെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തു, ഇവിടെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തു. താഴ്ത്തു പോകുന്ന പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാണ് സത്യം പറഞ്ഞ മാർക്കറ്റ്. ഇങ്ങനെയാണ് മാർക്കറ്റ് മേക്കേഴ്സ് ട്രേഡ് ചെയ്യുന്നത് രീതി. ഓക്കെ, ആദ്യം ഒരു ബ്രേക്ക് ഔട്ട് തരും, അതിനുശേഷം ഷാർപ്പായിട്ട് ടേൺ എടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് ട്രേഡ് എടുത്തത്. ഞാൻ രണ്ട് ട്രേഡ് ബ്രേക്ക് ഡൗൺ രണ്ടും ഒരേപോലെ തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്തത്. അപ്പോൾ ഈ സെയിം സ്ട്രാറ്റജി ഒന്നുമില്ല, ഞാൻ എൻ്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്തതാണ്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ, ഇത് മാത്രമേ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുമെങ്കിൽ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആഴ്ചത്തെ ട്രേഡ് ബ്രേക്ക് ഡൗൺ. രണ്ട് ട്രേഡ് എടുത്തു. നമ്മളിപ്പോൾ ഏകദേശം 3% ആണ്. ഈ ട്രേഡിൽ എനിക്ക് ചെറിയൊരു ലോട്ട് സൈസ് എടുത്തതിൽ ചെറിയ മാറ്റം വന്നായിരുന്നു. അതുകൊണ്ട് തന്നെ 4% വരേണ്ടതായിരുന്നു, പക്ഷെ വന്നില്ല. നമ്മൾ 3% ഈ വീക്കിൽ നമ്മൾ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ദിസ് ഈസ് പിപ്സ് ട്രൈബ് സൈനിങ് ഓഫ്.